Yes, sir, we can start. ഓക്കെ, ഇന്നത്തെ പ്രോഗ്രാം വളരെ പ്രധാനപ്പെട്ടാണ്. ഒരു ട്രെയിനറെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ PPT, അതിൻ്റെ പ്രസൻറ്റേഷൻ മെറ്റീരിയൽ ഉണ്ടാക്കുക, അത് കറക്റ്റ് ആക്കുക, അത് എങ്ങനെ ഷോ ചെയ്യാം. അതായത് ചിലർക്ക് PPT ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ അത് പിന്നെ ഓൺലൈനിലും ഓഫ്ലൈനിലും ഷോ ചെയ്യാൻ അറിയത്തില്ല. ചിലർക്ക് ഇതൊന്നും അറിയില്ല. എന്തായാലും ട്രെയിനറുടെ ഏറ്റവും അത്യാവശ്യമായ ഉപകരണമാണ് പ്രസൻറ്റേഷൻ മെറ്റീരിയൽസ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ജോൺസൺ സാറാണ്. അപ്പം ജോൺ സാറിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒമാനിൽ നിന്നും നമ്മുടെ അനസ് സാർ എത്തിയിട്ടുണ്ട്. അനസ് സാറിനെ സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക്സ്. ഗുഡ് ഈവനിങ് എവരിബഡി. മണിടെക് മീഡിയ നടത്തി വരുന്ന 15 ദിവസത്തെ ട്രെയിനേഴ്സ് ട്രെയിനിങ് എന്ന് പറയുന്ന ഓൺലൈൻ മീഡിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. എത്ര 10 ദിവസത്തോ 12 ദിവസം തൊട്ട് ആയിട്ടുണ്ട് ടോട്ടലായിട്ട്. അപ്പോൾ അതിൽ ഡിഫറെൻ്റ് ആയിട്ട് പല ടൈപ്പ് കാര്യങ്ങളാണ്. അത് നമ്മുടെ പാഷൻ എല്ലാവർക്കും അവരുടെ ഉള്ളിൽ ഒരു അന്തർലീനമായിട്ട് ചിലർക്ക് അവരുടെ വർക്കിൽ തന്നെ ഏതാണ് അവരുടെ വർക്ക്, അവരെ ഏത് ജോബാണ് ചെയ്യുന്നത്, അതിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും അവർക്ക് പാഷൻ ഉണ്ടാവും. അതാണ് ഏറ്റവും ലക്കി പീപ്പിള്. പക്ഷേ റിസർച്ച് പറയുന്നത് ഏകദേശം ഒരു 5% ആൾക്കാർക്ക് ആ ഭാഗ്യമുള്ളൂ എന്നാ പറയും. വർക്ക് ചെയ്യുന്നതിൽ തന്നെ പാഷൻ കണ്ടെത്തിയിരിക്കുന്നത്. ബാക്കി എല്ലാവരും വേറെ എന്തിലൊക്കെയാണുള്ളത്. അപ്പൊ നമ്മൾ ആ പാഷൻ കണ്ടെത്തിയിട്ട് അതിലേക്ക് നമുക്ക് സുഖസുന്ദരമായിട്ട് നമുക്ക് ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഉള്ളതാണ്, സുഖസുന്ദരമായിട്ട് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. വലിയ പണിയൊന്നുമില്ല. ആർക്കും എന്തും ഓൺലൈനായിട്ട് കൂളായിട്ട് പഠിക്കാവുന്ന തരത്തിലാണ് ഇപ്പൊ കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം എല്ലാം ഓൺലൈനിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, ചില കുട്ടികൾക്ക് വരക്കാനായിരിക്കും കഴിയും. അപ്പൊ ആ കുട്ടികളെ നമ്മൾ ആ രീതിയിലേക്ക് തിരിച്ചു വിടണം. 10ാം ക്ലാസ് പ്ലസ് 2 ഒക്കെ ജസ്റ്റ് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ. അത് കഴിഞ്ഞ് ഇന്റീരിയർ ഡിസൈൻ, അതുപോലെയുള്ള ഒരുപാട് പല കോഴ്സുകളുണ്ട് വരക്കാൻ പറ്റുന്നതിലേക്ക് അവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. ആർക്കിടെക്ട് ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര സംഭവമാണ്. 5 കൊല്ലത്തെ കോഴ്സാണ്. ജസ്റ്റ് പറയാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾ നീ എന്തോ ഏത് നേരം നോക്കിയാൽ വരച്ചിരിക്കുന്നു പറഞ്ഞ അവനെ ഇത് അടിക്കുകയല്ല വേണ്ട. അവന്റെ അന്തർലീനമായിട്ട് ആ കഴിവുണ്ട്. ഇപ്പൊ ഒരു കുരങ്ങന് മരം കയറാനാണ് കഴിവ്, മീനിന് നീന്താനാണ് കഴിവ്. അപ്പൊ കുരങ്ങനെ പിടിച്ച് നീന്തിച്ചാൽ എങ്ങനെയുണ്ട്, അവ ചത്തുപോകും. അപ്പോൾ നമ്മള് ആ രീതിയിൽ നമ്മൾ ആ പാരന്റിങ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര വിഷയങ്ങൾ. അപ്പോൾ ഈ മണി ടെക് മീഡിയ ഭാഗ്യത്തിന് എല്ലാ തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഫിറ്റ്നസ് ട്രെയിനിങ് നടത്തി തന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഇന്ന് പ്രസന്റേഷൻ ആണ്. അതായത് എങ്ങനെ നമുക്കൊരു പാഷൻ കണ്ടെത്തിയിട്ട് അത് നമുക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതാണ്. ഇന്ന് ഡോക്ടർ ജോൺസൺ സാർ ഒരുപാട് ഇതിൽ ഡോക്ടറേറ്റ് ഒക്കെ നേടിയിട്ടുള്ള സാറെ ഇതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. പിന്നെ ഈ മണി ടെക് മീഡിയക്ക് നമുക്കെല്ലാം ഇതിനായിട്ടൊരു ചാൻസ് തന്നിട്ടുള്ള നസീർ ഖാൻ സാറിനും വളരെയധികം നന്ദി അറിയിക്കും. അതേപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാവർക്കും, ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും, ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. വളരെ വിനീതമായിട്ട് എല്ലാവർക്കും. അതുപോലെ നമ്മൾ ഇത് യൂട്ടിലൈസ് ചെയ്തിട്ട് ഇത് ചെയ്യണം. നമ്മുടെ മടിയൊക്കെ മാറ്റിയിട്ട് ഞാൻ എൻ്റെ ഒക്കെ ഫ്യൂച്ചർ അതുകൊണ്ടായി ഇപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരുപാട് വൈകി, 40 വയസ്സൊക്കെ ആയി. എന്നാലും വേണ്ടില്ല, ഇനിയും കണ്ടെത്തിയാൽ നമ്മുടെ ഒരു പാഷൻ കണ്ടെത്തിയിട്ട് അതിലേക്ക് വർക്ക് ചെയ്യാന്നുള്ളത്. എൻ്റെ ഒരു ചെറിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇത് കണ്ടെത്തുക, എന്താണ് നമ്മുടെ ഇത്, എന്നിട്ട് അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. ഞാൻ വർക്ക് ചെയ്യുന്നത് IT പ്രൊഫഷണലായിട്ടാണ്. ഇപ്പോൾ നാട്ടിലാണ് IT ഒക്കെ ബൂമും, IT ഡിഫറെന്റ് ഇവിടെ. ഇപ്പൊ ഞാൻ ഗൾഫിനാണുള്ളത്. അപ്പൊ ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്ന മേഖലയിൽ ചെറിയൊരു ചുരുക്കം ഒരു ഇത് പറയുകയാണ്. അതായത് ഒരു കമ്പനിയുടെ ബിസിനസ് എങ്ങനെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എനിക്ക് അറിയാവുന്ന അവിടെ ആദ്യം പർച്ചേസ് ഉണ്ടാവും. ഒരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്റ്റോക്കിലേക്ക് കയറി വരും. ഓക്കെ, സ്റ്റോക്കിലേക്ക് കയറി വന്നു കഴിഞ്ഞ ഉടനെ അത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ഫിനിഷ്ഡ് ഗുഡ് ആക്കി മാറ്റണം. ഓക്കെ, അത് കഴിഞ്ഞാൽ അത് റെഡിയായി സെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ,
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് വിൽക്കാം. അപ്പൊ ഈ സാധനങ്ങളെല്ലാം സ്റ്റോക്കിലും അക്കൗണ്ട്സിലും അതിൻ്റെതായിട്ടുള്ള എഫക്റ്റും കാര്യങ്ങളൊക്കെ അതിന് നമ്മൾ ERP പാക്കേജ് യൂസ് ചെയ്യും. റെഡിമെയ്ഡ് ആയിട്ടുള്ള എല്ലാം ഉണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെ ഡെവലപ്പ് ചെയ്യേണ്ടൊന്നും ഒരു ആവശ്യമില്ല. എല്ലാം റെഡിമെയ്ഡ് മാർക്കറ്റിൽ ചെറിയ റേറ്റിന് അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊരു പറഞ്ഞു തന്നു. അതേപോലെ എല്ലാവരും അവരവരുടെ പാഷൻ കണ്ടെത്തിയിട്ട് അതില് നമ്മൾ ആദ്യം ഫ്രീ ഒക്കെ ആയിട്ട് ക്ലാസ് ഒക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നമുക്ക് പിന്നെ ട്രെയിനേഴ്സ് ട്രെയിനിങ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര, അതായത് ട്രെയിൻ ദ ട്രെയിനർ. ഈ ആരാണോ ട്രെയിനിങ് ചെയ്യേണ്ടത് ആൾക്ക് ട്രെയിനിങ് കൊടുക്കും. അതാണ് ഈ നമ്മുടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എന്റെ അഭിപ്രായത്തില് കേരളത്തിലെ ലോകത്തിൽ തന്നെ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഇങ്ങനെ ഒരു സംഭവം പ്രൊവൈഡ് ചെയ്തു. അതിന് ഞാൻ ഈ മണിടെക് മീഡിയ ഗ്രൂപ്പിന് ഞാൻ വളരെയധികം താങ്ക്സ്. പ്രത്യേകിച്ച് നസീർ ഖാൻ സാഹിബിന്. അദ്ദേഹം ഒരു ലേബർ ഓഫീസറായിരുന്നു. ഒരുപാട് നൂറുകണക്കിന് ആൾക്കാർ വരുന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് സേവിച്ച് റിട്ടയർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എത്രയോ ആൾക്കാർ ഡെയിലി വരും, പല പല ജോബുകൾ അവർക്ക് കണ്ടെത്താനും. നിങ്ങൾക്കറിയാലോ, ഒരു ദിവസം ഒരു 5 മിനിറ്റ് നേരം ലേബർ ഓഫീസിൽ പോയാൽ നമുക്കറിയാം എത്ര തിരക്ക്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതിൽ റിട്ടയർ ആയിട്ടുള്ള, രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത് റിട്ടയർ ആയിട്ടുള്ള അദ്ദേഹത്തിന് ഞാൻ വളരെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം എല്ലാവരും അവരുടെ പാഷൻ കണ്ടെത്തി അതിൽ വിജയിക്കട്ടെ എന്ന് എല്ലാവർക്കും ഞാൻ സ്വാഗതം നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. അതോടൊപ്പം ഞാൻ നമ്മുടെ ഡോക്ടർ ജോൺസൺ സാറിനെ ഈ പ്രസന്റേഷന് അവതരിപ്പിക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യും. നന്ദി. നല്ലൊരു അവതരണം വന്നു. പിന്നെ അനസ് സാറ് നല്ലൊരു അവതരണം നടത്തി. കാരണം ഒരു ട്രെയിനർക്ക് വേണ്ടതാണ് നമ്മള് പ്രസംഗിക്കാനുള്ള കഴിവും പിന്നെ ഓർഗനൈസേഷൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാം. അത് നമുക്ക് പിന്നീട് ഞാനൊരു ക്ലാസ് എടുക്കുന്നുണ്ട്, നമുക്ക് അതിനകത്ത് പറയാം. പിന്നെ അനസ് സാറിന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസം മുതൽ ട്രെയിനർമാർ ഈ പഠിക്കുന്നവർ ക്ലാസ് എടുക്കേണ്ടവർ വേണം. എന്നാലല്ലേ നിങ്ങൾക്ക് പറ്റൂ. ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഏത് വിഷയം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വിഷയം വെച്ചിട്ട് നമുക്ക് 30-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് നടത്താം. അപ്പൊ നമുക്ക് പിന്നെ ഒരു 5 ദിവസം കൂടെ ഉണ്ട്. അപ്പൊ ആ ദിവസത്തിൽ ക്ലാസ് നടത്താം. അപ്പൊ ഒന്ന് നേരത്തെ ഞാൻ റെഡിയാണ്. ശരി, വളരെ സന്തോഷം, സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ബാക്കിയുള്ള ആൾക്കാർ ഞാൻ അങ്ങോട്ട് നിർബന്ധിച്ച് ആൾക്കാരെക്കാൾ അവരിങ്ങോട്ട് പറയണം. ഇതിനകത്തുള്ള നമ്മുടെ ഷൗക്കത്ത് അലി സാറിനൊക്കെ ഒരുപാട് ഉണ്ട്, ബിസിനസിന്റെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അദ്ദേഹമൊക്കെ മുന്നോട്ട് വരിക. അപ്പൊ അങ്ങനെ പിന്നെ അനിൽ സാറ്, അപ്പൊ അവർക്കൊക്കെ ബിസിനസിനെ സംബന്ധിച്ചൊക്കെ ക്ലാസ് എടുക്കാം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എടുക്കണം. നമ്മൾ 30-ാം തീയതി കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ ട്രെയിനിങ് ആണ്, നിങ്ങൾക്ക് അവസരങ്ങളാണ്, നിങ്ങൾ ഈ വേദി ഉപയോഗിക്കുക. അപ്പോൾ അതിന് ഞാനിപ്പോൾ അതിൻ്റെ ഒരു സാന്ദർഭികമായിട്ട് പറഞ്ഞാണ്. അപ്പൊ പിന്നെ ഓരോരുത്തർ ഓരോ ദിവസം ഓരോ വിഷയം ഞാൻ പിന്നീട് എല്ലാവരും വിളിക്കാം, എല്ലാവർക്കും. പിന്നെ അപ്പം ജോൺ സാറിനെ ക്ലാസ് എടുക്കാൻ വേണ്ടി ക്ഷണിച്ചോളും. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ സ്വാഗതം പറഞ്ഞിട്ടുള്ള മസ്കറ്റിൽ നിന്ന് വന്ന് ജോയിൻ ചെയ്ത ശ്രീ അനസ്, അദ്ദേഹത്തിന്റെ സ്വാഗത പ്രസംഗം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നമ്മുടെ ഈ ട്രെയിനിങ് പ്രോഗ്രാം വളരെ എഫക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഓരോ പാർട്ടിസിപ്പൻറ്റും എങ്ങനെ കൂടുതൽ നന്നായി പ്രസന്റ് ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രെയിനിങ് ആണ് നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതുവരെ നിങ്ങൾ നടന്ന ഈ 6-7 ദിവസങ്ങളായിട്ട് നടന്ന ക്ലാസ്സുകൾ എല്ലാം തന്നെ നിങ്ങളുടെ മോട്ടിവേഷൻ, നിങ്ങളുടെ പേഴ്സണാലിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ബന്ധപ്പെട്ട ക്ലാസ്സുകളായിരുന്നു. ഞാനും 1-2 ക്ലാസ്സുകൾ ഇടയ്ക്ക് കേട്ടിരുന്നു. അപ്പൊ ഇന്ന് നമ്മളൊരു പ്രസന്റേഷൻ എങ്ങനെ നടത്താൻ കഴിയും, അതായത് ഒരു ടോക്കിനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരിടത്ത് ചെല്ലുന്നു, നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. എന്തായാലും ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് നമ്മളൊരു പ്രസന്റേഷൻ നടത്തുമ്പോഴാണ്. അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൽ മൈക്രോസോഫ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ടൂൾ എന്ന് പറയുന്നത് പവർ പോയിന്റ് ആണ്. പവർ പോയിന്റ് പ്രസന്റേഷൻ. ഇപ്പൊ ഇതിനകത്ത് ഈ IT ഫീൽഡിലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഇത് ഒരുപക്ഷെ വളരെ ഈസി ആയിട്ട് തോന്നും, കാരണം ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും. പക്ഷെ പുതുതായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അവരെ സംബന്ധിച്ച് വളരെ
പ്രയോജനപ്രദമാണ്. അവർക്കത് നന്നായിട്ട് അവരത് മനസ്സിലാക്കുകയും വേണം. അപ്പോൾ നമുക്ക് പവർ പോയിന്റ് പ്രസന്റേഷനിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യം ഞാൻ എന്താണ് പവർ പോയിന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി വളരെ ബ്രീഫായിട്ട് പറയാം. ഏകദേശം 1980s ശേഷമാണ്, 1980-കൾക്ക് ശേഷമാണ് ഈ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയിൽ പവർ പോയിന്റ് അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന പ്രസന്റേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ 1987 ആയപ്പോഴത്തേക്കും 2 കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ്, അവർ US-ലുള്ളവരാണ്. അവർ US-ലുള്ള ഒരു ഫോർട്ട്നൈറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് അവർ ഡെവലപ്പ് ചെയ്ത ഒരു പാക്കേജാണിത്. അന്ന് ഇത് ആപ്പിൾ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. അതിനുശേഷം പിന്നീട് ഇത് മൈക്രോസോഫ്റ്റ് വില കൊടുത്ത് വാങ്ങുകയാണ്. ഏകദേശം അന്നത്തെ കാലത്ത് ഒരു 100-120 കോടി രൂപയ്ക്ക് അടുത്ത് ഉള്ള വില അവർ കൊടുത്താണ് ഈ ഒരു പാക്കേജ്, ഈ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ അവർ മേടിച്ചത്. പക്ഷെ പിന്നീട് അത് വളരെ വ്യാപകമായിട്ട് ലോകമെമ്പാടും മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഈ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കാണാൻ കഴിയും. ഓക്കെ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ പ്രസന്റേഷൻ ഇത് ആക്ച്വലി ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ല, കാര്യങ്ങൾ പറഞ്ഞു പോകാന്നുള്ളതല്ല, മറിച്ച് ഇതൊരു ഒരു ഒരു ലൈവ് ക്ലാസ്, ഒരു പ്രാക്ടിക്കൽ ക്ലാസ് പോലെയാണ്. കാരണം ഇത് ഓരോന്നും ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇടയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പവർ പോയിന്റ്, ഞാൻ വളരെ ബേസിക് ആയിട്ട് അങ്ങ് തുടങ്ങാം. പവർ പോയിന്റ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് നമ്മളൊരു കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് വഴി കയറുമ്പോഴാണ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ കാണാൻ കഴിയുക. അതല്ല മൊബൈലാണെങ്കിലും വലിയ വിഷയമൊന്നുമില്ല. എന്തായാലും നമുക്ക് പവർ പോയിന്റ് ആദ്യം സെർച്ച് ബാർ ഉണ്ടല്ലോ, കമ്പ്യൂട്ടറിൽ സെർച്ച് ബാർ കാണും. അതിനകത്ത് നമ്മൾ പവർ പോയിന്റ് എന്ന് ആദ്യം നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്നു. അപ്പോൾ പവർ എന്നടിക്കുമ്പോൾ തന്നെ പവർ പോയിന്റ് കാണാൻ കഴിയും. ഇതാണ് പവർ പോയിന്റിന്റെ ഒരു സിമ്പൽ, ഇതാണ്. കണ്ടല്ലോ, പവർ പോയിന്റിലേക്ക് വന്നു. പവർ പോയിന്റിൽ തന്നെ ആദ്യം ബ്ലാങ്ക് പ്രസന്റേഷൻ ഉണ്ട്. അതല്ലാതെ വേറെ പലതരത്തിലുള്ള ഡിസൈനുള്ള പ്രസന്റേഷൻസ് കാണാം. ആദ്യം നമുക്ക് ബ്ലാങ്ക് പ്രസന്റേഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ബ്ലാങ്ക് പ്രസന്റേഷനിലേക്ക് വരുമ്പോൾ ആദ്യം ഒരു ഫസ്റ്റ് സ്ലൈഡ്, ഈ കാണുന്നതാണ് സ്ലൈഡ് എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ മെയിൻ വിൻഡോ ആണ് ഈ കാണുന്നത്, മെയിൻ വിൻഡോ അല്ലെങ്കിൽ നോർമൽ വിൻഡോ. ഇത് ഒരു സൈഡിൽ ഒരു ഐക്കൺസ് പോലെ ഈ സ്ലൈഡ്സ് ഇങ്ങനെ താഴെ താഴെ കാണാൻ കഴിയും. ഓരോന്നും ആഡ് ചെയ്യുന്നതനുസരിച്ച് ലെഫ്റ്റ് സൈഡിൽ ഓരോന്നായിട്ട് വരും. അതിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ നോർമൽ ആയിട്ട് ചെയ്യുന്ന സെക്ഷനാണ് ഈ മിഡിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നു ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ. ഒരു ടൈറ്റിൽ ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ. അപ്പോൾ ടൈറ്റിലും വരാം, സബ് ടൈറ്റിലും വേണം. അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണ്. ടൈറ്റിൽ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ട്രെയിനേഴ്സ് ട്രെയിനിങ് ക്ലാസ് നടിക്കാം. ഇത് ഞാൻ ടൈറ്റിലായിട്ട് അടിച്ചു. ഇനി താഴെ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് ഇത് പ്രസന്റ് ചെയ്യുന്ന ആരാണ്, ഈ ക്ലാസ് എടുക്കുന്ന ആളുടെ പേര്, അവരുടെ ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഈ മെയിൻ ടൈറ്റിൽ ശരിക്കും കുറച്ച് വളരെ ബോൾഡായിട്ട് കാണണം, അല്ലെങ്കിൽ കുറച്ച് നല്ല സൈസ് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ശ്രദ്ധിക്കപ്പെടൂ. അതുകൊണ്ട് നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യുന്നു. ഇത്രയും ഭാഗം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഈ മുകളിലേക്ക് നോക്കൂ. ഇവിടെ ഈ സ്ലൈഡ് ബാറിൽ പല പല ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ബോൾഡ് എന്ന് പറയുന്ന ഒരു പോയിന്റ് കാണാൻ കഴിയും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ ഇത് ബോൾഡായി കഴിഞ്ഞു. ഇനി അതല്ല ഇറ്റാലിക്സിലാക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള ഐ ഉണ്ട്, അവിടെ പ്രസ് ചെയ്താൽ അത് ഇറ്റാലിക്സ് ആയി ചരിഞ്ഞ് കാണാൻ കഴിയും. നമുക്ക് വീണ്ടും അതിനെ ഇറ്റാലിക്സ് എന്നുള്ള മാറ്റാം. അണ്ടർലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് വീണ്ടും
ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ അണ്ടർലൈൻ ചെയ്യാം. ഇതിൻ്റെ ഫോണ്ട് നമുക്ക് മാറ്റാം. ഫോണ്ട് മീൻസ് പല തരത്തിലുള്ള ഫോണ്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് അത് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ സൈസ് മാറ്റാൻ കഴിയും. ഇപ്പോൾ 60 ആണ് ഇവിടെ കിടക്കുന്നത്. അത് മാറ്റി നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്കത് സെലക്ട് ചെയ്തെടുക്കാം. അതുപോലെ സബ് ടൈറ്റിലിൻ്റെ സ്ഥാനത്താകുമ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പേരും മറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ടൈപ്പ് ചെയ്യുക. ബാക്കി ചെയ്യുന്നില്ല, തൽക്കാലം ഇങ്ങനെ ഇത്രയും കാണിക്കുന്നു. അപ്പോൾ ഇതൊരു തുടക്കമാണ്. ഫസ്റ്റ് നമ്മുടെ പ്രസൻറ്റേഷൻ എവിടെ പോയാലും ആദ്യം ചെയ്യേണ്ടത് എന്താണോ ക്ലാസ്, ആ ക്ലാസ്സിൻ്റെ ഹെഡിങ് കൊടുക്കുന്നു, അത് പ്രസൻറ്റ് ചെയ്യുന്ന ആളുടെ പേരും ഡീറ്റെയിൽസും കൊടുക്കുന്നു. ദിസ് ഈസ് എ ഫസ്റ്റ് സ്ലൈഡ്. ഇനി രണ്ടാമത്തെ സ്ലൈഡ് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും? അതിന് വേണ്ടിയിട്ട് ഈ സ്ലൈഡ് ബാറിലേക്ക് പോകാം. ഇവിടെ ന്യൂ സ്ലൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ന്യൂ സ്ലൈഡ്, നമുക്കത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് പുതിയ സ്ലൈഡ് എത്തിക്കഴിഞ്ഞു. ഈ പുതിയ സ്ലൈഡിൽ നമുക്ക് ക്ലിക്ക് ടു ആ ടൈറ്റിൽ, വീണ്ടും ഒരു ടൈറ്റിൽ എന്തെങ്കിലും നമുക്ക് കൊടുക്കാം. ഒന്നാമത് സേവ് ചെയ്യണോ? ഒന്നാമത്തെ ടൈറ്റിൽ കഴിയുമ്പോൾ സേവ് ചെയ്യേണ്ടി വരുമോ? വേണ്ട, സേവ് ചെയ്യണമെന്ന് നിർബന്ധമല്ല. വേണമെങ്കിൽ സേവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പം സാർ പറഞ്ഞ പോലെ സേവിങ് കൊടുക്കാം. ഇനി ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പവർ ഫെയിലിയർ സംഭവിച്ച് മിസ്സാവാതെ സേവിങ് കൊടുക്കാം. അപ്പോൾ സേവിൻ്റെ പോയിന്റ് കാണാൻ കഴിയുമ്പോൾ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ ടോപ്പ് സേവ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ കൊടുക്കാം. പി സിയിൽ ഒരു ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ ഒരു പാർട്ടിൽ ഞാൻ ഇത് സേവ് ചെയ്തു. അതല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യാം. ലെഫ്റ്റ് സൈഡ് ഡെസ്ക്ടോപ്പ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഫയൽ നെയിം കാണുന്നു, ട്രെയിനേഴ്സ് ട്രെയിനിങ് ക്ലാസ്, സേവ് ആസ് ടൈപ്പ്, പവർ പോയിന്റ് പ്രസന്റേഷൻ. അപ്പോൾ പവർ പോയിന്റ് പ്രസന്റേഷൻ ടൈപ്പിൽ ട്രെയിനേഴ്സ് ട്രെയിനിങ് ക്ലാസ് എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ താഴെ സേവ് ചെയ്തു. അപ്പോൾ അത് ആൾറെഡി സേവ്ഡ് ആയി കഴിഞ്ഞു. ഓക്കെ, നമ്മൾ അടുത്ത സ്ലൈഡിൽ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ഔട്ട്ലൈൻ കൊടുത്തു. അതിൻ്റെ സബ് ടൈറ്റിലായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഇൻട്രഡക്ഷൻ, എന്ന് കൊടുത്തു. അതിനുശേഷം അടുത്ത മറ്റൊരു പോയിന്റ്, മേജർ പോയിന്റ്സോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കൊടുക്കാം. അതങ്ങനെ താഴേക്ക് അങ്ങനെ അതങ്ങ് പോകുന്നു. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഇനി ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സേവ് ചെയ്താലും മതി. അപ്പോൾ ഒരു സെക്കൻഡ് സ്ലൈഡ് വന്നു കഴിയും. ഇനി ഈ സ്ലൈഡ് നമുക്ക് അതിൻ്റെ ലേ ഔട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ ആദ്യം കണ്ട സ്ലൈഡിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഒരു മെയിൻ സ്ലൈഡും ഒരു ടൈറ്റിലിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ലൈഡും സബ് ടൈറ്റിലിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനോട്ടാണ് ആദ്യം കാണിച്ചത്. രണ്ടാമത് വന്നപ്പോൾ മുകളിൽ കൊടുക്കാനുള്ള ഹെഡിങ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കണ്ടു. താഴെ കണ്ടൻസ് കൊടുക്കാനുള്ള ഒരു കോളം കണ്ടു. നമ്മൾ തൊട്ടടുത്ത പുതിയ സ്ലൈഡ് വരുമ്പോഴത്തേക്ക് ഞാൻ ആ സ്ലൈഡ് വീണ്ടും ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്യുന്നു. ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പല തരത്തിലുള്ള തീംസ് ആണ് കാണുന്നത്. ഞാൻ ആദ്യം കാണിച്ച ടൈറ്റിൽ സ്ലൈഡ് ഇവിടെ കാണാൻ കഴിയും. രണ്ടാമത്തേതിലേക്ക് ചെല്ലുമ്പോൾ ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്, അതാണ് ഞാൻ രണ്ടാമത് കാണിച്ച സ്ലൈഡ്. ടൈറ്റിൽ എഴുതി താഴെ കണ്ടന്റ്. മൂന്നാമത്തെ വേറൊരു തീം കൂടെ കാണിക്കുന്നു, സെക്ഷൻ ഹെഡർ. അത് മറ്റൊരു സംഭവമാണ്. താഴെ വീണ്ടും ടു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ടോട്ടൽ സ്പേസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. അപ്പോൾ ഇതൊരു കമ്പാരിസൺ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിവിടെ തൊട്ടപ്പുറത്ത് വീണ്ടും കാണിച്ചിട്ടുണ്ട്, കമ്പാരിസൺ കാണിച്ചിട്ടുണ്ട്. ഇനി അതല്ല, ടൈറ്റിൽ മാത്രമേ മതിയെങ്കിൽ അങ്ങനെയുള്ള സ്ലൈഡ് അവൈലബിൾ ആണ്. ഏതാണെങ്കിലും അത് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അതല്ല ബ്ലാങ്ക് ആണ്, ഒന്നും അറിയണ്ട, ഒന്നും വേണ്ട എങ്കിൽ ബ്ലാങ്കിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ, പിക്ചർ വിത്ത് ക്യാപ്ഷൻ.
പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഡിഫറൻറ്റ് സ്ലൈഡ്സ് പല പല തീമിലുള്ള സ്ലൈഡ്സ് ആണ് ഇഷ്ടമുള്ള നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം ഞാൻ തൽക്കാലം ഈ മൂന്നാമത്തെ ക്ലിക്ക് ചെയ്യുന്നു ഇരിക്കട്ടെ. അപ്പം അതിൻ്റെ ഒരു രീതിയാണ്, ഫോർമാറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ലേ ഔട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ലേ ഔട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനിയും നമ്മളിപ്പോൾ ഹോം എന്ന് പറയുന്ന ഒരു ഹെഡറിന്റെ കീഴിലാണ് നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഫയൽ കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് ഹോമാണ്. ഹോമിന്റെ കീഴിലാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി തൊട്ടപ്പുറത്തെ ഇതിലേക്ക് വരിക, ഇൻസേർട്ട് എന്നാണ് എൻ്റെ പേര്. അവിടെ ക്ലിക്ക് ചെയ്തു. ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആദ്യം കാണുന്ന ന്യൂ സ്ലൈഡ് ഉണ്ട്. നേരത്തെ പറഞ്ഞ അതേ ഫംഗ്ഷനാണ്, അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. തൊട്ടപ്പുറത്ത് ഇതിലേക്ക് വരുന്നത് ടേബിൾ ആണ്. ടേബിൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ടേബിളിലേക്ക് വരുമ്പോൾ ടേബിളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇൻസേർട്ട് ടേബിൾ എന്ന് എഴുതിയേക്കുന്നത് കാണാൻ കഴിയും. നമ്മളൊരു ടേബിൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. നമുക്ക് പലപ്പോഴും ടേബിൾസ് ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യം വരും. ഉദാഹരണം, നമ്മൾ ചില ഡേറ്റാസ് പ്രസന്റ് ചെയ്യുകയാണ്. ഒരു പ്രോഗ്രാമിനെ പറ്റിയുള്ള ഡേറ്റ പ്രസന്റ് ചെയ്യുമ്പോൾ ആ ഡേറ്റയിൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ വന്നു, എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യണം. അതിന് ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് ഒരു ടേബിളായിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ടേബിളിൽ നോക്കുമ്പോൾ ഞാൻ ഈ എൻ്റെ ഈ കഴ്സർ ഇതിൻ്റെ ഓരോ പോയിന്റിലേക്ക് വരുന്നതനുസരിച്ച് ഇവിടെ അത് മെയിൻ വിൻഡോയിൽ അത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. ഇപ്പം 3 വന്നല്ലോ, 3 സെല്ല്. ഇനി ഒന്നുകൂടെ കൂട്ടി, അപ്പം 4 ആയി, 5, അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് കൂട്ടാം. ഇത് റോ ആണ്. ഒരു റോയിൽ എനിക്ക് തോന്നുന്നു 10 കോളം ഉണ്ട്. അപ്പോൾ മാക്സിമം 10 കോളം വരെ ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ഇനി ഇതേ കഴ്സർ അവിടുന്ന് താഴേക്ക് കൊണ്ടുവരുമോ? കൈ ഇവിടുന്ന് എടുക്കരുത്. നമ്മൾ എടുക്കുമ്പോൾ കൈ എടുക്കാതെ താഴേക്ക് കൊണ്ടുവരും. നമ്മൾ സെലക്ട് ചെയ്യുവാണ്, സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇപ്പൊ മാക്സിമം കണ്ടോ, ഇപ്പൊ എത്ര റോസ് വന്നു? റോയും കോളമായിട്ടാണ് വരുന്നത്. ഇപ്പൊ എത്ര റോ ഉണ്ട് എണ്ണാൻ പറ്റുമോ? 8. ആരെങ്കിലും പറയാമോ? 8. 8 റോസ് ഉണ്ട്, 8 റോസ്. അപ്പൊ 8 റോയും ഇനി അത് കുറയ്ക്കാം. നമുക്ക് ഒരു സൈഡ് ഇപ്പുറത്തോട്ട് മാറ്റുമ്പം അത് റോസ് 8 ആണ്, പക്ഷെ കോളം 9. മുകളിലേക്ക് പോകുമ്പം ഇപ്പൊ റോസ് 9 കോളം 7 ആയി. അങ്ങനെ മാറ്റാം. എന്നിട്ട് അവിടുന്ന് കൈ അങ്ങ് എടുക്കുക, കൈ മാറ്റുക അവിടുന്ന്. കൈ മാറ്റിയാൽ അവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് കൈ മാറ്റുക. നമുക്ക് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അടുത്ത ഒരു ലിങ്കിലേക്ക് പ്രവേശിക്കും കേട്ടോ. സൂമിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്തായാലും ഞാൻ ഉടനെ തന്നെ അടുത്ത ലിങ്ക് കൂടെ ഉടനെ തന്നെ ഇടാം. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ടേബിളിൻ്റെ സൈസ് കൂട്ടണം. അപ്പോൾ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ കഴ്സർ താഴെ കൊണ്ടുവച്ചിട്ട് പതുക്കെ താഴോട്ട് വലിച്ചാൽ മതി. ഇവിടെ മുകളിലോട്ട് വലിക്കാം. അപ്പോൾ കുറച്ച് പൊക്കം കിട്ടി. ഇനി സൈഡിലേക്ക് വലിക്കുവാണെങ്കിലോ അങ്ങനെ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നീളവും വീതിയൊക്കെ അതിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതൊരു മെത്തേഡ്. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻസേർട്ട് എടുക്കുക, ടേബിൾ ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ താഴോട്ട് പോവുക. താഴോട്ട് പോകുമ്പോൾ ഇവിടെ ഇൻസേർട്ട് ടേബിൾ എന്ന് നിങ്ങൾ പ്രത്യേകം കാണാൻ കഴിയും. ഇൻസേർട്ട് ടേബിൾ എന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. ആ ഇൻസേർട്ട് ടേബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചോദിക്കുന്നു നമ്പർ ഓഫ് കോളംസ് എത്രയാണ്, നമ്പർ ഓഫ് റോസ് എത്രയാണ്. നമ്പർ ഓഫ് കോളംസ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് കൂടി വരും. നമുക്ക് ഇഷ്ടമുള്ള എത്ര വേണമെങ്കിലും കൊണ്ടുവരാം. ഇപ്പം മാക്സിമം ഞാൻ 19 വരെ കൊണ്ടുപോകുന്നിരിക്കണം. ഇനി നമ്പർ ഓഫ് റോസ് അത് കൂട്ടാൻ കുറയ്ക്കാം. ഞാനതൊരു 7 കൊണ്ടുപോകുന്നു. ഇനി ഓക്കെ ഇടും. അപ്പൊ ഇത് ഞാൻ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത ഒരു ടേബിളാണ്. അപ്പൊ ഇതിനകത്ത് റോസ് 7 ആണ്. കോളം ഒരുപാടുണ്ട്, ഏകദേശം 19 കോളം ഉണ്ട്.
അപ്പോൾ നമുക്ക് അത്രയും ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇൻസേർട്ട് ടേബിൾ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടേബിളിൻ്റെ കോളത്തിൻ്റെയും റോയുടെ എണ്ണം കൂട്ടാൻ പറ്റും. മറ്റേതിനകത്ത് ലിമിറ്റ് ഉണ്ട്. ഇനി ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഡിലീറ്റ് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങ് പോയി. അപ്പോൾ ടേബിളിലേക്കാണ് കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ടേബിളിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും? ഒന്നുകിൽ ഈ സെൽസ് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ഇൻസേർട്ട് ടേബിൾ കൊടുക്കാം. ഇനി തൊട്ടടുത്ത് വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഡ്രോ ടേബിൾ. യു ക്യാൻ സീ ഡ്രോ ടേബിൾ ഹിയർ. ഡ്രോ ടേബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മുടെ കഴ്സറിന്റെ രൂപം മാറി. ഇപ്പൊ ഇതൊരു എന്തായിട്ട് മാറി? ഒരു പേന പോലെ അല്ലെങ്കിൽ ഒരു പെൻസിൽ പോലെയായി. ഇനി നിങ്ങൾ ഒരു പോയിന്റ്, എവിടെയെങ്കിലും ഒരു പോയിന്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയും. കണ്ടോ? ഇഷ്ടമുള്ള പോയിന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയും. നമുക്കിത് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ അതിൽ സെലക്ട് ചെയ്യുമ്പോൾ എന്നിട്ട് അതിന് ശേഷം ഡിലീറ്റ് പ്രസ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഈ ടേബിളിൽ ക്ലിക്ക് ചെയ്തു, ഡിലീറ്റ് വേണ്ട, ഇത് സെലക്ട് ചെയ്തു, ഡിലീറ്റ് പ്രസ് ചെയ്തപ്പോൾ അതങ്ങ് പോയി. ഇൻസേർട്ടിലേക്ക് വീണ്ടും വന്നു, ടേബിൾ എടുത്തു, വീണ്ടും ഞാൻ ഡ്രോ ടേബിളിലേക്ക് പോകുന്നു, ക്ലിക്ക് ചെയ്തു. ഡ്രോ ടേബിളിലേക്ക് വന്നപ്പോഴത്തേക്ക് എൻ്റെ കഴ്സറിന്റെ രൂപം ഒരു പേനയുടെ രൂപമായിട്ട് മാറി. ഞാനൊരു കോളം വരച്ചു. ഓക്കെ, ഇങ്ങനെ നമുക്ക് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം. എന്നാൽ ഞാനത് പിന്നീട് പറയാം. അപ്പം എന്തായാലും നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കണ്ടു, ഇൻസേർട്ട് ടേബിൾ, അല്ലെങ്കിൽ ഈ കോളം സെലക്ട് ചെയ്ത് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി തൊട്ടടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പിക്ചേഴ്സ് ആണ്. എങ്ങനെ പിക്ചേഴ്സ് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ കഴിയും? പിക്ചേഴ്സ് കൊണ്ടുവരാനായിട്ട് ഇൻസേർട്ട് പിക്ചേഴ്സ് ഫ്രം ദിസ് ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡിവൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പിക്ചർ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഞാനിവിടെ ഒരു പിക്ചർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് കൊടുക്കുന്നു. അപ്പോൾ ആ പിക്ചർ ഇവിടെ എത്തിക്കഴിയും. നമുക്ക് അതിൻ്റെ സൈസ് കുറയ്ക്കാം, അതിൻ്റെ വീതി കുറയ്ക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഹൈറ്റ് കുറയ്ക്കാം. ഇനി അതല്ല, ഡയഗണലായിട്ട് ചെയ്താൽ മൊത്തത്തിൽ അതിൻ്റെ സൈസ് കുറയും. എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്പുറത്തോട്ട് ഡ്രാഗ് ചെയ്ത് മാറ്റാം. എങ്ങോട്ടേക്കാണോ കൊണ്ടുപോകേണ്ടത് അതിന് വേണ്ടിയിട്ട് ആ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് ഒറ്റ സിംഗിൾ ക്ലിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടു മാറ്റാൻ കഴിയും. ഇപ്പോൾ പിക്ചർ ഇൻസേർട്ട് ചെയ്യുന്ന അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇൻസേർട്ടിലേക്ക് വീണ്ടും വരുന്നു, ടേബിൾ കണ്ടു, പിക്ചേഴ്സ് കണ്ടു, തൊട്ടടുത്ത സ്ക്രീൻഷോട്ടാണ്. സ്ക്രീൻഷോട്ട് അത് ഞാൻ പിന്നീട് പറയാം. അതിന് മുൻപ് അതുമായിട്ട് അതിന് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാം. അതിന് തൊട്ടപ്പുറത്ത് നോക്കൂ, ഫോട്ടോ ആൽബം, ന്യൂ ഫോട്ടോ ആൽബം. നമുക്കൊരു ആൽബത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്നുണ്ടെങ്കിലുള്ളൊരു ഓപ്ഷനാണിത്. അത് വായിച്ചു നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് ആ ഒരു ഫയലിനകത്തു നിന്നുള്ള ഫോട്ടോ എടുക്കാനായിട്ട് അത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അതുകൊണ്ട് തൽക്കാലം അത് ക്യാൻസൽ ചെയ്യുന്നു. പിന്നീട് കാണുന്നത് ഷേപ്സ് ആണ്. അവിടെ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് പല തരത്തിലുള്ള ഷേപ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷേപ്സ് യു ക്യാൻ സീ ഹിയർ. ഒരു സാമ്പിളായിട്ട് ഞാൻ അതിലൊന്ന് സെലക്ട് ചെയ്യുവാണ്, ഷേപ്സ് എടുക്കുന്നു. ഇപ്പോ ഞാൻ ഈ ഒരു രൂപം എടുത്തു. അത് ഒരു ക്രോസിന്റെ രൂപമാണ്. എനിക്കതിനെ സൈസ് കൂട്ടാം. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അതുകൊണ്ട് പ്ലേസ് ചെയ്യാൻ കഴിയും. അതുപോലെ പല തരത്തിലുള്ള ഷേപ്സ് ഉണ്ട്, പലതരം ഷേപ്സ് ഉണ്ട്. അത് ഒരുപാട് വെറൈറ്റി ഉണ്ട്. ലൈൻസിന്റെ പല സെക്ഷൻ ഉണ്ട്, റെക്റ്റാങ്കിൾസ് ഉണ്ട്, അല്ലെങ്കിൽ ബേസിക് ഷേപ്സ്,
ഉണ്ട്, ബ്ലോക്ക് ആരോസ് കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു ബ്ലോക്ക് ആരോ എടുക്കാം, ഡൗൺ ആരോ ഞാൻ അവിടെ സെലക്ട് ചെയ്തു, ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തു, കുറച്ച് മുകളിലേക്ക് വെച്ചു. അപ്പോൾ ഇതൊരു ആരോ ആണ്, ഡൗൺ ആരോ. വേണമെങ്കിൽ എടുത്ത് കൂട്ടാം, നമുക്ക് ആവശ്യമുള്ളത് അതുകൊണ്ട് പ്ലേസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് ഷേപ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇൻസേർട്ട്, വീണ്ടും ടേബിൾ, പിക്ചേഴ്സ്, ഫോട്ടോ ആൽബം, ഷേപ്സ് ക്ലിക്ക് ചെയ്യാൻ എളുപ്പമാണ്, അത് ക്ലിക്ക് ചെയ്യുക, കൊണ്ടുവെക്കുക. നെക്സ്റ്റ് ഐക്കൺസ്. ഇത് ഇമേജസ് ഐക്കൺ എന്ന് പറയുന്നത് പല തരത്തിലുള്ള സിമ്പിൾസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പ്ലെയിൻ്റെ പിക്ചർ കാണുന്നു, അത് സെലക്ട് ചെയ്യുന്നു, അത് ഇൻസേർട്ട് കൊടുക്കും, അതവിടെ എത്തി. ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പിക്ചേഴ്സ് അല്ലെങ്കിൽ ഐക്കൺസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഇൻസേർട്ട് വന്നു, ഷേപ്സ്, ഐക്കൺസ്. ഞാൻ അതുകൊണ്ട് അത് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. 3D മോഡൽസ് ജസ്റ്റ് എല്ലാം പെട്ടെന്ന് ഓടിച്ചു പോവാണ്. 3D മോഡൽസ്, നമുക്ക് 3D മോഡലുകൾ ഡിവൈസിലുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് ഞെക്കിന്നാണെങ്കിൽ അങ്ങനെ നമുക്ക് എടുത്ത് സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ, അടുത്ത സ്മാർട്ട് ആർട്ടാണ്. എന്താണ് സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്നത്? സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്നത് നോക്കൂത്തോട് നോക്കാം. ഇൻസേർട്ട്, സ്മാർട്ട് ആർട്ട്, അത് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓൾ ലിസ്റ്റ് പ്രോസസ്, പലതരം ഐറ്റംസ് കാണുന്നുണ്ട്. ഇതൊരു ഹെക്സഗണിന്റെ ഒരു ഷേപ്പാണ്, ഇത് മറ്റൊരു ഷേപ്പാണ്. ഇതൊക്കെ നമുക്ക് പ്രസന്റേഷനിൽ ഇതൊക്കെ ഉപയോഗിക്കാൻ കഴിയും. ഇപ്പൊ ഈ ഹെക്സഗൺ നമുക്ക് വേണമെങ്കിൽ പ്രസന്റ് ചെയ്യാൻ കഴിയും, നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. കാരണം പല പ്രോസസ്സുകൾ ഒരു പ്രോസസ്സിൽ പല സെക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ കാണിക്കാം, ഓരോന്നിനും ടൈപ്പ് ചെയ്യാം. ഇവിടെ കണ്ടന്റുകൾ ടൈപ്പ് ചെയ്ത് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിമ്പിൾ നമുക്ക് ആഡ് ചെയ്യാം. അത് കുറച്ചുകൂടെ സ്മാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പിക്ചേഴ്സ് അതിന് അർത്ഥമുള്ളൂ. അതാണ് സ്മാർട്ട് ആർട്ട്. ഇനി നമുക്കിത് വേണ്ടെന്ന് വെച്ചാൽ അപ്പോഴപ്പോഴും ക്ലിക്ക് ചെയ്ത് കളയാം കേട്ടോ. ഞാനിത് ഓക്കെ, ഇത് ഞാനൊന്ന് സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ഫംഗ്ഷൻ കാണുമല്ലോ, കമ്പ്യൂട്ടറിൽ കാണുന്നത്. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പോകും. സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇൻസൈറ്റിലേക്ക് വന്നു. പിന്നീട് ഷേപ്സ്, ഐക്കൺ, 3D മോഡൽ, സ്മാർട്ട് ആർട്ട്, ചാർട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാർട്ട് പലപ്പോഴും നമുക്ക് പ്രത്യേകിച്ചും സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പൊ നമ്മുടെ ഈ പോപ്പുലേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം.